മാഡം പറഞ്ഞു സാറെന്നെ വിളിച്ചൂന്ന്. ആ വിളിച്ചു. ആ ഡ്രായം തുറക്ക്. ആ. അതിലൊരു കവറുണ്ട്, അതിങ്ങെടുക്ക്. ദാ. അത് നിനക്കുള്ളതാ. എന്താ സാർ ഇത്? 50,000 രൂപയുണ്ട്. എന്തിനാ ഇത്? ആ പറയാം. നാളെ കാലത്ത് നീ നിന്റെ വീട് വരെ പോകുന്നു. ഇന്ദിരയും കൂടെ വരും. ഈ പണം അമ്മാവന് കൊടുത്തിട്ട് വീടിന്റെ ബാധ്യത ഒഴിവാക്കാൻ പറയണം. പണം എവിടുന്നാണെന്ന് ചോദിച്ചാ എന്തു പറയും? ഇന്ദിര ഇല്ലേ കൂടെ? നീ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ കടയിലാണെന്നും കടം തീർക്കാൻ തന്നതാണെന്നും അവള് പറഞ്ഞോളും. ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇതൊക്കെ ചെയ്താ പോരെ? ഇക്കാര്യത്തിൽ അത് വേണമെന്ന് തോന്നുന്നില്ല. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ പറയുന്നത് മോള് കേൾക്കണം. മരണം കാത്ത് കഴിയുന്ന ഒരു മനുഷ്യന്റെ അത്യാഗ്രഹമാണെന്ന് കരുതിയാൽ മതി. നേരെ പറഞ്ഞാൽ ഇതൊരു കൈക്കൂലിയാ. മോളെ ഞങ്ങൾക്ക് മാത്രമായി വിട്ടുകിട്ടാനുള്ള കൈക്കൂലി. നിന്റെ പേരിൽ അവകാശവും പറഞ്ഞുകൊണ്ട് നാളെ ഒരു കാലത്ത് ആരും ഈ പടി കടന്ന് വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എത്രയോ കാലം കാത്തിരുന്നിട്ടാ നിന്നെപ്പോലൊരു മകളെ ഞങ്ങൾക്ക് കിട്ടിയതെന്നറിയാമോ? അവിശ്വാസിയായിരുന്ന ഞാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് തരുന്ന ഈ സ്നേഹം തിരിച്ചു തരാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കഴിയും. ഞാനൊരു കാര്യം ചോദിച്ചാ മോളത് സാധിച്ചു തരുമോ? എന്താ സർ? എന്നെ അച്ഛാന്നൊന്ന് വിളിക്കൂ. കേൾക്കാനുള്ള കൊതി കൊണ്ടാ. വിളിക്കും മോളെ, വിളിക്കേ. അച്ഛാ. ഇന്ദിരേ, നീ കേട്ടോ? നമ്മുടെ മോൾ എന്നെ അച്ഛാന്ന് വിളിച്ചു. ഗീതക്കുഞ്ഞേ, ഗീതക്കുഞ്ഞേ, മാപ്പ് പറയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ ഏത് നദിയിലാണ് ഒഴുക്കി കളയേണ്ടതെന്ന് നിശ്ചയമില്ല. എനിക്ക് പോകാതെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, നിങ്ങളോട് പറയാതെ. ജീവിതത്തിൽ ആദ്യമായി യഥാർത്ഥ സ്നേഹം എന്തെന്നറിയുന്നത് നിങ്ങളോട് കൂടെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഇത്രയും എന്നെ സ്നേഹിച്ച 2 ആത്മാക്കളോട് ഞാൻ ചെയ്യുന്നത് വഞ്ചനയും കൊടും ക്രൂരതയാണെന്നറിയാം. എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടെയാ ഞാൻ ഈ വീട് വിട്ടിറങ്ങുന്നത്. ക്ഷമിക്കില്ലേ? എല്ലാ യാഥാർത്ഥ്യങ്ങളും ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല. പറഞ്ഞ പല കാര്യങ്ങളും കള്ളവുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ജീവിതത്തിൻ്റെ എല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയത്. ദൈവമാണ് എന്നെ ഈ വീട്ടിലെത്തിച്ചത്. കളങ്കമില്ലാത്ത സ്നേഹം നിങ്ങളെനിക്ക് തന്നപ്പോൾ എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരുന്നു. അതെന്തുകൊണ്ടെന്ന് പലപ്പോഴും നിങ്ങളോട് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. എനിക്കൊരു വലിയ കടമ നിർവഹിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇവിടം വിടാൻ തീരുമാനിക്കുന്നത്. മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഇന്നലെ എന്നെ ഏൽപ്പിച്ച പണം ഞാൻ കൊണ്ടുപോകുന്നത്. കള്ളി എന്ന് വിളിച്ച് എന്നെ ശപിക്കരുത്.
എന്നെങ്കിലും ഞാൻ തിരിച്ചു വരും, കൊണ്ടുപോയ പണം തിരിച്ചു നൽകാൻ. അതെന്നായിരിക്കുമെന്ന് എനിക്കിപ്പോൾ അറിയില്ല. പിന്നെ ഒരിക്കലും എനിക്ക് നിങ്ങളുടെ പ്രിയയാകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വന്നാൽ എല്ലാ സത്യങ്ങളും പറയാം. ഒരിക്കൽ കൂടി മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഗീത. അമ്മേ, മോളെ, പൊന്നു മോളെ, നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? നീ എവിടെയായിരുന്നു? ഒക്കെ ഞാൻ പറയും, അമ്മ കരയാതെ. നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം തിരക്കി. കൂട്ടുകാരെ കാണാൻ പോവാണെന്ന് പറഞ്ഞല്ലേ നീ ഇവിടുന്ന് പോയത്? അവിടെ ചെന്നപ്പോ നീ അവിടെ ചെന്നിട്ടില്ലെന്നാണല്ലോ നന്ദിനി പറഞ്ഞത്. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയി, നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ്. എനിക്കൊരു ജോലി കിട്ടി അമ്മേ. ഭഗവാനെ, അപ്പോ നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്ത് ജോലിയാ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഒരു മാറ്റവും ഇല്ല, അതേ കിടപ്പ. ഞാൻ കണ്ടു. ഉറങ്ങ. എന്നാലും ഗീത, നിനക്കൊരു എഴുത്തെങ്കിലും അയക്കാൻ പാടില്ലായിരുന്നോ? നീ എന്തിനാ ഞങ്ങളെ ഇത്രയും തീതിരിച്ചത്? ചോദിച്ച എന്നെ വിടില്ല എന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതെ പോയത്. നിന്നെ കണ്ട കൊന്നുകളയെന്ന് പറഞ്ഞ അച്ഛനിരിക്കുന്ന. ദേ, ഗീത വന്നിരിക്കുന്നു.
നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? അവക്കൊരു ജോലി കിട്ടിയെന്ന്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ പോവാ അച്ഛാ. ദാ അച്ഛൻ്റെ ഓപ്പറേഷനുള്ള പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 50,000 രൂപയുണ്ട്. ഇത്രയും പണം നിനക്ക് എവിടുന്നാ? അത് ഇത്രയും ദിവസം കൊണ്ട് 50,000 രൂപ കിട്ടാൻ എന്ത് ജോലിയാ നീ ചെയ്തത്? ചോദിച്ചത് കേട്ടില്ലേ? അച്ഛാ, ഞാൻ വേണ്ട, ഇവിടെ ഈ പൈസ വേണ്ട. പൊയ്ക്കോ ഇവിടുന്ന്. എനിക്ക് നിന്നെ കാണണ്ട. ഈ പണം കൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കണ്ട. അച്ഛാ, പോകാൻ. ഇതെടുത്ത് അവളുടെ കൊട. നിന്റെ കാശ് ഇവിടെ ആർക്കും ആവശ്യമില്ല. അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നീ പറയുന്ന ഒന്നും എനിക്ക് കേക്കണ്ട. ഇത്രയും ദിവസം ഞങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നോടി. എല്ലാരും പറഞ്ഞു ചത്തിട്ടുണ്ടാവുമെന്ന്. പെറ്റതലയുടെ മനസ്സല്ലേ, അടങ്ങിയിരിക്കാൻ പറ്റുമോ? നേരാത്ത വഴിപാടുകളില്ല, നടത്താത്ത പൂജകളില്ല. എല്ലാം വെറുതെ ആയല്ലോ എന്റെ ഭഗവാനെ. ഇതിലും ഭേദം നീ അങ്ങ് ചത്തു കൊലയുന്നതായിരുന്നല്ലോ. അമ്മ, എന്തറിഞ്ഞിട്ടാ അമ്മ ഈ പറയുന്നത്? നിങ്ങൾ പറയും പോലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടല്ലേ ഈ കാശുണ്ടാക്കിയത്. എനിക്ക് അങ്ങനെ ആവാൻ കഴിയുമെന്ന് എന്റെ അച്ഛനും അമ്മയും വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ എവിടെ നാടി നിനക്കത് കിട്ടിയത്? ദൈവത്തെ പോലൊരു മനുഷ്യൻ തന്നതായത്. എന്റെ അച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്നവരാ. ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? നാളെ രാവിലെ 10 മണിക്ക് ഓപ്പറേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞാൽ എണീറ്റ് നടക്കാന്നും പറഞ്ഞു. ഈ കൈ കൊണ്ട് എനിക്കിനി സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റുമോ മോളെ? പറ്റുവച്ചാ. ഈശ്വരൻ നമ്മളെ കൈവിട്ടിട്ടില്ല. എൻ്റെ മോളെ ദൈവം കൊണ്ട് എത്തിച്ചതാ വീട്ടിൽ.
ഗീതേ, ഗീതേ, ഗീത. ആ പേഷ്യന്റ് തന്നെ ആരാ? എന്റെ അച്ഛനാ. ഒരു ആക്സിഡന്റിൽ കൈയും കാലും ഒടിഞ്ഞ് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുവന്നത്. കേസ് ഷീറ്റ് ഞാൻ വായിച്ചോളാം. എനിക്കറിയേണ്ടത് എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകമൊക്കെ. ചോദിച്ചത് കേട്ടില്ലേ? എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? അച്ഛന് വേണ്ടി. മറ്റു ഗതിയില്ലാത്തോണ്ട്. എങ്കിലത് തുറന്ന് പറയാമായിരുന്നില്ലേ? തെറ്റിദ്ധരിക്കുമെന്ന് ഭയന്നു. ഇത്രയും വലിയൊരു ക്രൂര വിനോദം അല്ലേ? ദേവിയത് ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. ഓർക്കാനാവാത്ത തെറ്റാ ഞാൻ ചെയ്തെന്ന് എനിക്കറിയാം. അവിടുന്ന് വാങ്ങിയ പണം കഴിവതും വേഗം എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു കൊടുത്തോളാം. പണം? ആർക്ക് വേണം നിന്റെ പണം? അതിലും വലിയ ചതിയല്ലേ നീ അവരോട് ചെയ്തത്? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രണ്ട് മനസ്സുകൾ, അതും കുത്തിപ്പറിച്ചോണ്ടല്ലേ നീ പോകുന്നത്? ഒരു നിമിഷമെങ്കിലും നീ അവരെ കുറിച്ച് ഓർത്തോ? എനിക്ക് പറയാനുള്ള. വേണ്ട, അറിയാതൊരു തെറ്റ് ചെയ്യേണ്ടി വന്നവരെ മനസ്സിലാക്കാം. ഇതങ്ങനല്ലോ. കരുതിക്കുട്ടി ബോധപൂർവം. അല്ല, ഒരിക്കലും അല്ല. എന്റെ വീട്ടിലെ യാഥാർത്ഥ്യങ്ങൾ അവരോട് മറച്ചു വെച്ചു എന്നുള്ളത് നേരാ. ഒരു ജോലി കിട്ടിയ വീട്ടിലെ കാര്യങ്ങൾ ശരിയാകുമെന്ന അപ്പൊ ഞാൻ ചിന്തിച്ചത്. സ്വയം ന്യായീകരിക്കല്ല. കൊതി തീരെ കോരി നിറച്ചു തന്ന സ്നേഹത്തെ നിഷേധിക്കുകയല്ല. ഒക്കെ തുറന്നു പറഞ്ഞ് മാപ്പിരക്കണമെന്ന് 100 തവണ വിചാരിച്ചത്. ധൈര്യം ഉണ്ടായില്ല. ആ വീടിന്റെ സന്തോഷം തല്ലിക്കെടുത്ത് മനസ്സനുവദിച്ചില്ല. വിഷ്ണു എങ്കിലും എന്നെ മനസ്സിലാക്കണം. തളർന്ന ശരീരവും തകർന്ന മനസ്സുമായി ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരു അച്ഛനെയും കണ്ടിട്ട ഞാൻ വീട് വിട്ടിറങ്ങിയത്. ചെന്ന് കയറിയത് മകളെ കാത്തിരിക്കുന്ന മറ്റൊരച്ഛൻ്റെ അടുത്തേക്ക്. ഞാൻ എന്താ വിഷ്ണു ചെയ്യേണ്ടത്? കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിച്ചൂടെ? നമുക്കതിന് കഴിയുമെന്ന എന്റെ വിശ്വാസം. കഴിഞ്ഞ 10-20 വർഷം സ്വപ്നങ്ങൾ മാത്രം കണ്ട് ശീലിച്ചവരല്ലേ നമ്മള്? ഒരിക്കലും കുട്ടികളുണ്ടാവില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആദ്യ രാത്രിയിൽ മുരളി എൻ്റെ മനസ്സിൽ കോറിയിട്ട ചിത്രം മുടങ്ങാതെ ആവർത്തിക്കുമായിരുന്നില്ലേ? മരണം വരെ സ്വപ്നത്തെ സ്വപ്നമായി കണ്ട് അതിനെ താലോലിച്ച് നമുക്ക് ജീവിച്ചൂടെ? ഇടത് കണ്ണിന് താഴെ ഒരു നീല മറുക്, നീണ്ടു വിടർന്ന കണ്ണുകൾ, പുറത്തു വരാത്ത നനുത്ത ചിരി.
എന്താ വിഷ്ണു, വല്ല വിവരവും കിട്ടിയോ? ഉം. നീ അവളെ കണ്ടോ മോനെ? വാ, എല്ലാം പറയാം. കുട്ടിയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. ഡോക്ടർ, ഒന്ന് കാണാൻ. നോ, ബോധം തെളിയാൻ 2 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റും. അപ്പൊ കാണാലോ. ഓക്കെ. താങ്ക് യു ഡോക്ടർ. ഈ ബില്ല് രാവിലെ പേ ചെയ്തല്ലോ. ആര് പേ ചെയ്തോ? അതെനിക്ക് ഓർമ്മയില്ല. റെസിപ്റ്റ് ഇവിടെ ഉണ്ട്, തന്നേക്കാം. ഞാനാ അടച്ചത്. പക്ഷെ പണം എൻ്റെ അല്ല, മുരളിയങ്ങൾ തന്നാ. വാ. മാപ്പ്. എന്നോടല്ല, സ്വപ്നലോകത്ത് മാത്രം ജീവിച്ച ഒരു മനുഷ്യനുണ്ട് ഇവിടെ. അദ്ദേഹത്തോടാ നീ മാപ്പ് പറയേണ്ടത്. എന്തിനാണെന്നോ, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തകർത്തെറിഞ്ഞു പോയതിന്. വാ, കാത്തിരിക്കുക പാവം. മുരളി, അച്ഛൻ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. എന്താ ഇത്? എനിക്ക് തന്ന പണം. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. എന്താ ഇത്? കരയുക? എന്നോട് പൊറുക്കണം. അതിന് മാപ്പ് പറയാൻ തക്ക തെറ്റൊന്നും എൻ്റെ മോള് ചെയ്തില്ലല്ലോ. സ്വന്തം അച്ഛന് വേണ്ടിയായിരുന്നു. അക്കാര്യം ആദ്യമേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? എനിക്കപ്പോ അങ്ങനെ പറയാനാ തോന്നിയത്. ക്ഷമിക്കണം. എല്ലാം ക്ഷമിച്ചിരിക്കുന്നു കുട്ടി. പക്ഷേ
കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നീ ഇപ്പോൾ വന്നിരിക്കുന്നത് ഗീതയായിട്ടാണോ അതോ ഞങ്ങളുടെ പ്രിയയായിട്ടാണോ? നിങ്ങളുടെ പ്രിയയായിട്ട്. നിന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുമോ? സമ്മതിക്കും. എങ്കിൽ നന്ന്. നിനക്കിനി 2 വീടുകളുണ്ട്, നിന്റെ വീടും ഈ വീടും. മരുഭൂവിനാത്മാവിൽ പെയ്തിറങ്ങുന്നൊരു മഴയുടെ സംഗീതം പോലെ. മരുഭൂവിനാത്മാവിൽ പെയ്തിറങ്ങുന്നൊരു മഴയുടെ സംഗീതം പോലെ. മനതാരിലാരോ വരച്ചിട്ട കുഞ്ഞിളം കാലൊച്ചയായി നീ വരുമ്പോൾ അറിയാതെ